നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ തനിയെ ഉണ്ടാവേണ്ടതാ. അത് ആർക്കും ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. അത് നമ്മുടെ പെരുമാറ്റം കൊണ്ട് തന്നെ കിട്ടുന്നതാ. അല്ലെങ്കിൽ എന്റെ കാര്യം വരുമ്പോ മഹേട്ടൻ ഇങ്ങനെ പല ന്യായങ്ങളും പറയും. അയ്യോ ശ്രേയച്ചി, എന്റെ ഭാഗത്തുനിന്ന് ശ്രേയച്ചി വിഷമിപ്പിക്കുന്നത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടത്തെ കാര്യങ്ങൾ നോക്കണമെന്ന് വലിയ ഗമ പറയുന്ന ശ്രേയ എന്താ ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്? എങ്ങനെ ചെയ്യുന്നത് പോലെ ഇതൊക്കെ ശ്രേയക്കും ചെയ്യാലോ. എന്തിനാ മാളു മോൾ എന്നോട് ഇങ്ങനെ പിണക്കം കാണിക്കുന്നെ? ഗംഗ ഉടനെ ഇവിടുന്ന് പോവും. പിന്നെ ഞാനാ മോളുടെയും മഹേട്ടന്റെയും കാര്യങ്ങൾ നോക്കുന്നത്. ഇല്ല ശ്രേയ, അതൊരിക്കലും നടക്കില്ല. എന്റെ മോളെയും മഹിയേട്ടനെയും നോക്കേണ്ടത് ഗംഗ തന്നെയാ. അവളത് ഭംഗിയായിട്ട് തന്നെ ചെയ്യും. ശ്രേയ എനിക്കും അച്ഛനും വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞങ്ങളുടെ കാര്യങ്ങൾ ഗംഗ തന്നെ നോക്കൂ. എനിക്കും അച്ഛനും അത് തന്നെ ഇഷ്ടം. ആ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ മാസ ശമ്പളത്തിന് ഞാനൊരു ഹോം നഴ്സിനെ വെക്കണമെന്ന് കരുതിയതായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു ഹോം നഴ്സ് എത്ര ഭംഗിയായി നോക്കിയാലും അവൾക്ക് വീട്ടുകാരിയാവാൻ സാധിക്കില്ല. അവസാനം ശമ്പളം വാങ്ങി തിരികെ പോവാ തന്നെ വേണം. അത് മറക്കണ്ട. ശ്രേയ പറയുന്നത് കേട്ടിട്ട് നിനക്ക് വിഷമായോ ഗംഗേ? ഇല്ല മഹേട്ടാ, ശ്രേയച്ചി പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്കൊരിക്കലും ശ്രേയച്ചിയാവാൻ പറ്റില്ലല്ലോ. എന്താ പറ്റാത്തത്? ഗംഗയ്ക്ക് എന്താ മഹിയെ കല്യാണം കഴിച്ചാൽ? മാളു, ഒരിക്കലും ശ്രേയച്ചോട് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും നാളെ മാളുവിന്റെ അമ്മ ആവേണ്ടത് ശ്രേയച്ചിയാ. അതുകൊണ്ട് എന്നും സ്നേഹത്തോടെ സംസാരിക്കാവൂ. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഗംഗ മാത്രം മതി. അങ്ങനെയല്ല മോളെ, ശ്രേയച്ചി പറഞ്ഞതുപോലെ ഞാനൊരു ഹോം നഴ്സ് മാത്ര. പക്ഷെ ആ സ്ഥാനത്ത് നിന്നായാലും മഹേട്ടന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കാൻ സാധിക്കണേന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നിന്നെ പോലെ എന്നെ നോക്കാനും സ്നേഹിക്കാനും മറ്റാർക്കും കഴിയില്ല ഗംഗേ. സത്യം മഹിയേട്ട, ഇത്രയും കരുതലോടെ മഹിയേട്ടനെ സ്നേഹിക്കാൻ മറ്റാർക്ക് സാധിക്കും? എനിക്ക് പോലും അത് സാധിച്ചിട്ടില്ല. എന്നും ഈ കരുതലും സ്നേഹവും എന്റെ മഹിയേട്ടനുണ്ടാവണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.